ഹായ് ഓൾ, ദിസ് ഇസ് മൺഡേ മോർണിംഗ്. ഓണത്തിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണിത്. നമ്മൾ വീട്ടിൽ പോയിട്ടില്ല എന്ന് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ദിവസം ഇവിടെയാണ്. ചേച്ചിയുടെ വീട്ടിലാണ് ഞാനും കുക്കു സാറും ഒക്കെ കിടന്നുറങ്ങിയത്. അമ്മയുടെ കൂട്ടുകാരിയുടെ മോൻ്റെ കല്യാണം ആയതുകൊണ്ട് അമ്മ രാവിലെ ഒരു ഓട്ടോയ്ക്ക് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. രാവിലെ എണീറ്റപ്പോഴേക്കും മമ്മി അപ്പുറത്ത് പൂരിയും പിന്നെ മുട്ട ചിക്കിയതൊക്കെ കറിയായിട്ടൊക്കെ ഉണ്ടാക്കിയായിരുന്നു. മമ്മി രാവിലെ തന്നെ അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എണീറ്റ് വന്നപ്പോഴേക്ക് നിലുവിനുള്ള പാലൊക്കെ എടുക്കുവാണ്. ഇതിലിപ്പോൾ ഇത് വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ കുട്ടികളെ കാണിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ കമൻറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് സെക്ഷൻ ഓഫ് ആവാൻ സാധ്യതയുണ്ട്. അത് ഞാനായിട്ട് ഓഫ് ചെയ്യുന്നതല്ല, യൂട്യൂബായിട്ട് തന്നെ ഓഫ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇന്നലെ കിരൺ ടോമിയാണ് പറഞ്ഞത്, എടി കമൻറ്റ് സെക്ഷൻ ഓഫ് ആണ്, അല്ലെങ്കിൽ നികിത പറയും. അങ്ങനെ ആരെങ്കിലും പറയുമ്പോഴാണ് ഞാൻ വന്ന് ശ്രദ്ധിക്കുന്നത്. പക്ഷേ പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഓഫ് ആവാറുണ്ട്. ഒരു 2-3 തവണ ഞാനത് പോയി ഓൺ ചെയ്ത് കഴിയുമ്പോഴാണ് പിന്നെ കമൻറ്റ് സെക്ഷൻ ഒന്ന് ആക്റ്റീവായി വന്ന് തുടങ്ങി കഴിയുമ്പോഴാണ് പിന്നെ അത് മാറുന്നത്. അങ്ങനെ ഞങ്ങൾ രാവിലെ മമ്മി ഉണ്ടാക്കിയ പൂരിയും എഗ്ഗ് ചിക്കിയതുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടി വി ഞാനങ്ങ് ബ്ലർ ചെയ്തതേ. ഇപ്പോൾ എവിടുന്നാ കോപ്പിറൈറ്റ് വരുന്നതെന്നുള്ള പേടിയാണ് കേട്ടോ ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും. അതുകൊണ്ടാണ് പിന്നെ ആ ഒരു സൈഡ് മൊത്തം ഞാനങ്ങ് ബ്ലറാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു സന്തോഷ വാർത്ത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ നമ്മുടെ ലിലിയംച്ചിയുടെ വീട്ടിലെ അത്തപ്പൂക്കളത്തിൻ്റെ ആ ഒരു ഷോർട്സിനില്ലേ, അതിനൊരു ചേച്ചി, പേര് ഞാൻ പറയുന്നില്ല, കമൻറ്റ് ചെയ്തിരിക്കുന്നു ബോറ് വീഡിയോ എന്ന്. അപ്പോൾ ആ ചേച്ചിയുടെ അക്കൗണ്ട് ഞാൻ പോയി എടുത്ത് നോക്കി. ഞാൻ ചേച്ചിയെ കളിയാക്കുന്നതല്ല. ചേച്ചി ആ കിണറ്റിൽ വെള്ളം കോരി ഒഴിക്കുന്ന 2 വീഡിയോ, അത് ഒരു വീഡിയോ തന്നെയാണ് 2 പ്രാവശ്യം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചേച്ചി, എൻ്റെ പൊന്ന് ചേച്ചി ആ എടുത്തിരിക്കുന്ന വീഡിയോയുടെ 10 ഇരട്ടി എഫേർട്ടുണ്ട് ഞാൻ എടുക്കുന്ന വീഡിയോയ്ക്ക്. അപ്പോൾ ബോറാണെങ്കിൽ ചേച്ചി അത് കാണണ്ട. ചേച്ചി ഇനി കാണത്തതുമില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആളെ ചവിട്ടി പുറത്ത് കളഞ്ഞിട്ടാണ് ഞാൻ ഇതിൽ വന്ന് നിങ്ങളോട് പറയുന്നത് കേട്ടോ. കാരണം എനിക്ക് നിങ്ങളെയും കൂടെ അത് അറിയിക്കണം എന്നുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോഴേ നമ്മളങ്ങ് എടുത്ത് കളയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ കൂവി തെളിയും. ഞാൻ എന്നെ പൊക്കി പറയുന്നതല്ല, എൻ്റെ ചാനൽ കാണുന്ന ഒരുപാട് പേരും ഇപ്പോൾ ബിഗിൻ ചെയ്ത് അല്ലെങ്കിൽ 2-3 മാസത്തിനുള്ളിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തൊക്കെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാവും ഞാൻ പറയുന്നത്. നമ്മൾ ഈ എടുക്കുന്ന ഒരു റെസിപ്പി വീഡിയോ ആണെങ്കിൽ കൂടെ അതിനെത്ര നമ്മുടെ സമയം വേണ്ടി വരുന്നു, അത് എഡിറ്റ് ചെയ്യുന്നത്, പിന്നെ ഓഡിയോ ആഡ് ചെയ്യുന്നത്, നമ്മുടെ ഒരു ദിവസത്തിൻ്റെ എത്ര ഭാഗം മാറ്റി വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നതെന്നുള്ളത് ചുമ്മാ ഇരുന്ന് തോണ്ടി കമൻറ്റ് ചെയ്യുന്നവർക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. ആ ചേച്ചി ഇട്ടിരിക്കുന്ന വീഡിയോയ്ക്കും അതിൻ്റേതായ എഫേർട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, അതിൻ്റെ അപ്പുറത്ത് എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഇതുമായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ കൊണ്ടുവന്ന് ചേച്ചിയുടെ കമൻറ്റ് തൂക്കാമെന്ന് വിചാരിക്കേണ്ട. എന്തായാലും ഇനി ചേച്ചിക്ക് എൻ്റെ ശല്യം ഉണ്ടാവില്ല. ഞാനോ എൻ്റെ ചാനലോ എൻ്റെ വീഡിയോകളോ ചേച്ചിയെ തേടിയെത്തത്തില്ല. പിന്നെ എൻ്റെ ഇന്നലത്തെ വീഡിയോയ്ക്ക് ഒരു ചേച്ചി കമൻറ്റ് ചെയ്തിരുന്നു, ലയോണ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുമോ, അങ്ങനെ വീഡിയോയിൽ കണ്ടു എന്നൊക്കെ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ചേച്ചി, ഞാൻ ഇത്തിരി കഴിക്കുന്ന ടൈപ്പാണ്, ഞാൻ കഴിക്കും. അത് പക്ഷേ എൻ്റെ ഫാമിലിയിലായിരിക്കുമ്പോൾ മാത്രം കേട്ടോ. എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാർ, അതായത് കൊച്ചുപ്പ, ഡാഡ, ആലൻ അല്ലെങ്കിൽ എൻ്റെ അപ്പൻ, ഇവരാരെങ്കിലും ഓഫർ ചെയ്താലേ ഞാൻ കഴിക്കാറുള്ളൂ. അതും ഞങ്ങളുടെ ഫാമിലി മാത്രമുള്ള ടൈമിലേ ഞാൻ നാരങ്ങ വെള്ളം കുടിക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കൊണ്ടുവന്ന പാമ്പേഴ്സൊക്കെ തീർന്നു. ഡയറിൽ പോയി നിലുവിന് പാമ്പേഴ്സ് മേടിച്ചുകൊണ്ട് വന്നു. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഗർ എന്ന് പറഞ്ഞ മൂവി ഞങ്ങളിരുന്ന് കണ്ടു. പക്ഷേ നിലു കാണാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ മമ്മി ഗാർഡനിങ്ങും വെള്ളമൊഴിക്കലും പരിപാടിയൊക്കെ ആയിട്ട് പുറത്ത് വന്നപ്പോഴേക്ക് അവനും പതുക്കെ പുറത്തിറങ്ങി. ചോക്കോ കൂട്ടിലാവുമ്പോൾ മാത്രമാണ് അവൻ പുറത്തിറങ്ങുന്നത്. ചോക്കോനെ ഡെല്ലയും ചേച്ചിയൊക്കെ കുറച്ച് ലിബറലായിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ എപ്പോഴും അവനെ അങ്ങനെ പൂട്ടിയിടത്തൊന്നുമില്ല. നിലുവിനെ പൂട്ടുമ്പോൾ ചോക്കോയെ തുറന്നു വിടും, നിലുവിനെ തുറന്നു വിടുമ്പോൾ ചോക്കോയെ പൂട്ടും. പിന്നെ ഇന്നത്തെ ലഞ്ചിൻ്റെ പരിപാടികളൊന്നും കാണിക്കാത്തത്, ചോറ് ചേച്ചി കുക്കറിലിട്ടിട്ടുണ്ട്. നമ്മുടെ മീൻകറിയൊക്കെ ഇന്നലെ വെച്ചതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അത് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. പിന്നെ സാമ്പാറും മോരും ഒക്കെ സദ്യയുടേത് ബാക്കി ആവശ്യത്തിലധികം ഇരിപ്പുണ്ടല്ലോ. ആലൻ ഇന്ന് സിസിജിയിൽ നല്ല തിരക്കുള്ളൊരു ഡേ ആണ് കേട്ടോ. രാവിലെയും ബുക്കിംഗ് ഉണ്ടായിരുന്നു, ഇനി ഉച്ചയ്ക്കും പോകണം. കുക്കു സാർ ഒരുപാട് തുമ്മിയപ്പോഴേ ഞാൻ ആ മൂക്കിൽ വന്ന് വീണ് കിടന്ന 2-3 മുടി വെട്ടി. അപ്പോൾ അതിന് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, എൻ്റെ മുടി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ കൂട്ടുകാരിൽ ഒരാളെ എനിക്ക് കാണിച്ചതാ, മൂക്ക് വരെ മുടി കിടക്കുന്ന ഒരാളെ കാണിച്ചതാണ്. അപ്പോൾ അവൻ എൻ്റെ മുടിയെടുത്ത് മമ്മയുടെ മുടി മൂക്ക് വരെ കിടക്കുന്നുണ്ടല്ലോ എന്ന്. ഇത് അപ്പൻ്റെ കയ്യിൽ നിന്ന് എന്നെ 2 ചീത്ത കേൾപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു, അവൻ എന്നെ പോലെ ഈ പോളൻ അലർജി, ഡസ്റ്റ് അലർജി ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ മൂക്കിൽ മുടിയും കൂടെ കിടക്കുമ്പോൾ അവൻ ഒരുപാട് തുമ്മും.
ആലന് ഉച്ചയ്ക്ക് വീണ്ടും പോകണം. അപ്പോൾ ലഞ്ച് കൊടുക്കാനുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ചേച്ചി കുക്കറിൽ ചോറിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ചേട്ടൻ്റെ വീട്, അതായത് ആലൻ്റെ അളിയൻ്റെ വീട് ശക്തികുളങ്ങരയാണ്. അവിടുന്ന് ഈ ചെമ്മീൻ അച്ചാറും ചൂര അച്ചാറും ഒക്കെ ചേട്ടൻ്റെ മമ്മ കൊടുത്തു വിടും. നല്ല ടേസ്റ്റാണ്. അച്ചാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഫ്രിഡ്ജിൽ കുറച്ച് മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഇന്നലത്തെ ക്യാരറ്റ് മെഴുക്കുവരട്ടിയും മോരും ഒക്കെ തന്നെയാണ്. ഡെല്ലയ്ക്ക് ഈ നോൺ വെജ് ഒക്കെ വെജൊക്കെ കഴിച്ചിട്ട് ഡെല്ലയ്ക്കും കുക്കു സാറിനും ഒക്കെ കുഴിമന്തി വേണമെന്ന് പറഞ്ഞിട്ട് കുഴിമന്തി ചേച്ചി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആലന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം എന്ന് പറഞ്ഞതുകൊണ്ട് ചോറ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സംഭവം വരാൻ വൈകിയതുകൊണ്ട് ഞാൻ നിലുവിനും ചോറ് കൊടുത്തു. ഈ ചോറും മോരും കൊടുക്കുന്ന കണക്ക് അവൻ കുഴിമന്തി കഴിക്കത്തില്ല. ഇതിപ്പോൾ ആലൻ പോയതിൻ്റെ കരച്ചിലും ദേഷ്യവും വാശിയൊക്കെ കാരണം ആദ്യം എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് ഞാൻ പിടിച്ചു വെച്ചിരുന്നതാണെന്നൊക്കെ വിചാരിച്ചിട്ടാവണം ചോറ് തുപ്പിക്കളഞ്ഞു. പിന്നെ ഒരു ബക്കറ്റ് വെള്ളം കൊടുത്തപ്പോഴേക്ക് അതുമായിട്ട് കുറച്ച് ചോറ് എന്തായാലും വയറ്റിലായി. ഇതിനിടയിൽ കുക്കു സാറിനെ ഒരുവിധം പറഞ്ഞ് ഞാൻ മയക്കി, ഇനി മുടി വളർത്താം, കുഴപ്പമില്ല വളർന്നു വന്നോളും, നീ തുമ്മുന്നതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് ഞങ്ങൾ അതും ശരിയാക്കി. ആ ചെടിയുടെ ഇടയിൽ ഒരു തവളയുണ്ട് കേട്ടോ, അത് എപ്പോഴും വന്ന് അവിടെ തന്നെ ഇരിക്കും. അതിനെയാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നത്. അത് കരയുന്നതും ചോക്കോ കുറയ്ക്കുന്നതും ഒക്കെ കാണിച്ച് പേടിപ്പിച്ചിട്ടാണ് നിലുവിനെ ഞാൻ ഭക്ഷണം കഴിപ്പിക്കുന്നത്. അപ്പോഴേക്ക് ഓർഡർ ചെയ്ത കുഴിമന്തി എത്തി. ഇനി സദ്യയുടെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് രാത്രിയായാലും കഴിക്കാമല്ലോ, ചോറും രാത്രി എടുക്കാമല്ലോ. പിന്നെ ഞാനും പോയി നിലുവിൻ്റെ കൂടെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. ഞാൻ എണീറ്റപ്പോഴേക്ക് നിലു ഒരു കസരയുടെ പുറത്ത് നിൽക്കുന്നു, ചോക്കോ അകത്തുണ്ട്. അപ്പോൾ അവൻ ഇത്രയും നേരം വീട്ടിൻ്റെ അകത്ത് കയറ്റാതിരുന്നിട്ട് പാവം ഡെല്ലയ്ക്കും സങ്കടം. അതുകൊണ്ട് പിന്നെ ഞാനും വിചാരിച്ചു നിന്നോട്ടെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ. പക്ഷേ ഇന്നായപ്പോൾ ഇത്തിരി നമ്മൾ കംഫർട്ടബിളായി കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇത്തിരി കംഫർട്ടബിളായി കഴിയുമ്പോൾ ഞങ്ങളിങ്ങ് തിരിച്ചു പോരുമല്ലോ. പിന്നെ നിലുവിന് വീണ്ടും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ചോക്കോനെ വീണ്ടും മറന്നു പോകും. പിന്നെയും ബബ്ബുവാണ് പേടിയാന്നൊക്കെ പറഞ്ഞ് പിന്നെയും അങ്ങനെ തന്നെ പേടിച്ച് തുടങ്ങും. അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഡെല്ല തന്നെ ചോക്കോനെ വെളിയിലാക്കി ഗ്രില്ലൊക്കെ പൂട്ടി. പിന്നെ ഞാൻ മമ്മി തന്നെ ചായ ഇട്ടുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. ഇവിടെ കാരണം ചേച്ചി ചായ ഇടത്തില്ല. ചേച്ചിയും കുട്ടികളും ചായയും കോഫിയും ഒന്നും കുടിക്കത്തില്ല. ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഞാനൊരു 2 ദിവസമായില്ലേ സൺസ്ക്രീനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുഖത്തിട്ടിട്ട്. ഇവിടെ വന്നേ പിന്നെ ഞാൻ എൻ്റെ മുഖം തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ചേച്ചിയുടെ ഫേഷ്യലിൻ്റെ സാമഗ്രികളൊക്കെ ഇരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്യുന്നതൊക്കെ ഏതാണ്ട് സിമിലർ പ്രോഡക്റ്റ്സാണ്. അപ്പോൾ ആദ്യം ഞാനൊരു പീൽ ഓഫ് മാസ്ക് എടുത്തിട്ടു. അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നിലുവിന് പേടി. നിലു എൻ്റെ അടുത്ത് വരുന്നില്ല. അങ്ങനെ അവർ 2-3 പ്രാവശ്യം ശ്രമിച്ചു പേടി മാറ്റാനായിട്ട്, പക്ഷെ നടക്കുന്നുണ്ടായിരുന്നില്ല. ഇതിൻ്റെയൊക്കെ ആ നെയിം കാണിക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. സാധാരണ ഓൺലൈനായിട്ട് കണ്ട് ചേച്ചി മേടിച്ച ഏതോ ഒരു ചാർക്കോൾ മാസ്കാണത്. ഇനി റീറ്റെയിലായിട്ട് മേടിച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല. ചോദിക്കാനായിട്ട് ചേച്ചി ഈ സമയത്തൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ, എണീറ്റിട്ടില്ല. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ചാർക്കോൾ മാസ്ക് റിമൂവ് ചെയ്യാൻ നല്ല പാടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പകുതിയായപ്പോൾ ക്യാമറ ഓഫ് ചെയ്തു, എല്ലാം റിമൂവ് ചെയ്തു, മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് ഇതിപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഒരു സ്ക്രബാണ് യൂസ് ചെയ്യുന്നത്. ഏതാന്നൊക്കെ ഞാൻ പേര് മറന്നുപോയി കേട്ടോ. ഒരു സ്ക്രബിട്ട് മുഖമൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്തു. ഇനി ഇത് കഴിഞ്ഞാൽ പാക്കായിട്ട് ഇടുന്നത് നമ്മുടെ സ്വന്തം മുൾത്താനി മിട്ടിയും ഹണിയുമാണ്. ഇത് രണ്ടും ഇവിടെയും ഉണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഞാൻ പാക്കായിട്ട് മുഖത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടല്ല, രാത്രി ഞങ്ങൾക്ക് പുറത്തോട്ടൊക്കെ പോകാനുള്ള പ്ലാനുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷൻസ് ആയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ ഇന്നലത്തെ വീഡിയോയിലും വിട്ടുപോയി. ഞാൻ ഇതുവരെ എത്ര റവന്യൂ എനിക്കായെന്ന് പറഞ്ഞ വീഡിയോയുടെ താഴെ ഒരു പേര് പറയണ്ട, ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നു, ഇത് കേൾക്കുമ്പോൾ കാശിന് ആർത്തിയുള്ള പോലെ തോന്നുന്നു. ഞാൻ നിങ്ങളോടൊക്കെ ഇത് പറഞ്ഞിട്ടല്ലേ തുടങ്ങിയത്. സാധാരണ യൂട്യൂബേഴ്സ് പറയാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ജെന്യുവിനാന്നൊക്കെ നിങ്ങൾ പറയുന്നതാണ് എൻ്റെ ഇൻസ്പിറേഷൻ. അപ്പോൾ ഇത്ര കിട്ടി, ഇത്ര എനിക്ക് വന്നു, ഇതൊക്കെ നിങ്ങളൊക്കെ അല്ലേ ഇത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത്. അപ്പോൾ നിങ്ങളറിയാണ്ട് ഇതൊക്കെ വേറെ ആരറിയാനാണ്. ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് എത്ര പേയ്മെൻറ്റ് വരുന്നോ അതിൻ്റെ കറക്റ്റ് കണക്ക് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും എന്നുള്ളത്. അത് കാശിൻ്റെ ആർത്തിയായിട്ട് തോന്നുന്നത് കേൾക്കുന്ന ചെവിയുടെ പ്രശ്നം മാത്രമാണ്. വൈകിട്ടൊരു 7 മണിയായപ്പോൾ ഡാഡിയുടെ പെങ്ങൾ ലിനിയാൻ്റെയും ഹസ്ബൻഡും മോനും വൈഫും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലിജോ ആലൻ്റെ കസിനാണ്. അവർ ഇവിടെ തന്നെയാണ്. ലിജോയും വൈഫും ഇവിടെ തന്നെ സെറ്റിൽഡാണ്. ലിനിയാൻ്റെയും ജോണങ്കളും അങ്ങ് ചെന്നൈയിലാണ്. ലിഡിയയും ഒരു മോളുണ്ട്, പുള്ളിക്കാരത്തി ഹോസ്റ്റലിലാണ് പഠിച്ചുകൊണ്ടിരിക്കുവാണ്, വന്നിട്ടില്ല. പിന്നെ അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് പുറത്ത് പോകാൻ പ്ലാൻ ഉണ്ടെന്ന്. ARM മൂവിക്കുള്ള ടിക്കറ്റ്സ് ഞാൻ ബുക്ക് ചെയ്തിരുന്നു കേട്ടോ. ശനിയാഴ്ച രാത്രി ആലനും ഫ്രണ്ട്സും ഈ മൂവി പോയി കണ്ടു എന്ന് ഞാൻ നിങ്ങളോട് ഓണം വ്ലോഗിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ആലൻ വരുന്നില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല ഇന്ന് രാവിലെയും ബുക്കിംഗ് ഉണ്ടായിരുന്നു, ഉച്ചയ്ക്കും സിസിജിയിൽ ബുക്കിംഗ് ഉണ്ടായിരുന്നു. സിസിജി നമ്മുടെ കയാക്കിംഗ് സെൻ്ററാണ്. സിസിജിയുടെ ഓണറാണ് ജെൻ ചേച്ചിയുടെ ഹസ്ബൻഡ്.
അപ്പോൾ അലൻ ടയേർഡാണ്, വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാനും വിചാരിച്ചു പോട്ടെ, പോയി കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന്. ഇത് നിലുവിനെ വീട്ടിലോട്ട് ഇറക്കാനുള്ള പ്ലാനാണ്. അതറിയാതെ അവനിരുന്ന് കൂളായിട്ട് ടാറ്റയൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് അവനെ ഡ്രസ്സ് ചെയ്യിപ്പിക്കാറുള്ളത്. ഞങ്ങൾ കുരിശുമൂട് വഴി വന്നിട്ട് അവന് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് നേരെ തിയേറ്ററിലോട്ട് പോയത്. അപ്പോഴേക്കും ആളൊന്ന് കരഞ്ഞെങ്കിലും പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, കാരണം ഫിലിം അത്രയ്ക്ക് പൊളിയാണ്. തിരക്കെന്താണെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഇൻ്റർവെല്ലായപ്പോൾ എല്ലാവരുടെയും കൂടെ ഗ്ലാസ്സസ് അടുക്കി വെച്ചിട്ട് ഞാൻ 9Dയിൽ ഫിലിം കാണുവാന്നും പറഞ്ഞിട്ട് 3+3+3 9Dയിൽ കാണുകയെന്നും പറഞ്ഞിട്ട് ഡയറിലിരിപ്പുണ്ടായിരുന്നു. കൊള്ളാം, 3D കാണണം കേട്ടോ കാണുന്നെങ്കിൽ. ഇത്രയും നല്ലൊരു മൂവി ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. കാണാത്തവർ പോയി കണ്ടോളൂ. പിന്നെ എന്നെയും കുക്കു സാറിനെയും വീട്ടിലാക്കിയിട്ട് ഒരു പുലിച്ചെറിയിലേക്ക് പോയി. ഓണം സീരീസ് പാർട്ട് 3 ഓടുകൂടി ഓണാഘോഷങ്ങൾ ഇവിടെ അവസാനിക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.